ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു നോർമലി ഒരു ചിക്കൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും ചെയ്തെടുക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഫില്ലിങ്ങൊക്കെ ഏകദേശം ഇങ്ങനെ റെഡിയായി വരുന്ന സമയത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് ഫോണൊന്ന് ഫില്ലിങ്ങിലേക്ക് വീണു. എങ്കിലും കുഴപ്പമില്ല, ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ നോമ്പിന് ബാക്കി വന്നിട്ടുള്ള സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ സ്ലൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു രീതിക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ടും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഈ സൈസിലൊന്ന് ചെറുതാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ്. 250 ml കപ്പ് അളവിൽ 1 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ സെയിം കപ്പ് അളവിൽ തന്നെ 1 കപ്പ് അളവിൽ മൈദ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയായാലും മതിയാവും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. ഈ മാവ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സമൂസ ഷീറ്റ് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലൊരു പാൻ വെച്ച് അതിലേക്ക് ബട്ടറോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അപ്പം നമ്മുടെ ബാറ്റർ ഇതുപോലെ ഒരു പകുതിയോളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ചിക്കൻ്റെ ഫില്ലിങ് ഇതിന് മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗം കവർ ചെയ്യുന്ന രീതിക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്കായിട്ട് ബാക്കി വന്നിട്ടുള്ള ആ ബാറ്ററും കൂടെ മുഴുവനായും കവർ ചെയ്യുന്ന രീതിക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ച് ഞാൻ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുകളിലേക്കായിട്ട് അല്പം ചിക്കൻ്റെ ഫില്ലിങ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും അതിന് മുകളിലേക്കായിട്ട് അല്പം ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 30-35 മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ സമൂസ ഷീറ്റ് കൊണ്ടുള്ള ചിക്കൻ ബോൾ അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഡയറക്റ്റായിട്ട് പാൻ വെച്ച് കൊടുക്കരുത്. ഒരു പഴയ തവി വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ബോൾ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കിഡ്ലൻ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കാണുന്ന നമ്മുടെ കൂട്ടുകാർ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.